നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന് മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ ഈ ദർശനങ്ങൾ കെബാർ നദീ തീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ആത്മാവ് എന്നെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്നു. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. ആ പുരുഷൻ എൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്ന് ഒരുത്തൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്: മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ കാലടികളുടെ സ്ഥലവുമാകുന്നു. ഇസ്രായേൽ ഗൃഹം എങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും തങ്ങളുടെ പരസംഗം കൊണ്ടും പൂജാഗിരികളിലെ തങ്ങളുടെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എനിക്കും അവർക്കും ഇടയിൽ ഒരു ചുവർ മാത്രം ഉണ്ടായിരിക്കത്തക്കവണ്ണം തങ്ങളുടെ ഉമ്മരപ്പടി എൻ്റെ ഉമ്മരപ്പടിയും തങ്ങളുടെ കട്ടള എൻ്റെ കട്ടളയും ആക്കുന്ന, അതുകൊണ്ട് എൻ്റെ വിശുദ്ധ നാമത്തെ ഇനി അശുദ്ധമാക്കേണ്ടതല്ല. അവർ ചെയ്ത മ്ലേച്ഛതകളാൽ അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കോപത്തിൽ അവരെ നശിപ്പിച്ചു. ഇപ്പോൾ അവർ തങ്ങളുടെ പരസംഗവും രാജാക്കന്മാരുടെ ശവങ്ങളുമെങ്കിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ. എന്നാൽ ഞാൻ അവരുടെ മധ്യേ എന്നേക്കും വസിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ഈ ആലയം അവരെ കാണിക്കാം. അവർ അതിൻ്റെ മാതൃക അളക്കട്ടെ. അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ ലജ്ജിച്ചാൽ നീ ആലയത്തിൻ്റെ ആകൃതിയും വിധാനവും പുറപ്പാടുകളും പ്രവേശനങ്ങളും അതിൻ്റെ ആകൃതിയൊക്കെയും സകല വ്യവസ്ഥകളും അതിൻ്റെ രൂപമൊക്കെയും അതിൻ്റെ സകല നിയമങ്ങളും അവരെ അറിയിച്ച് അവർ അതിൻ്റെ എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും പ്രമാണിച്ച് അനുഷ്ഠിക്കേണ്ടതിന് അതിനെ ഒക്കെയും അവർ കാണുക എഴുതി വയ്ക്കുക. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ അതിർത്തിക്കകത്ത് എല്ലാം അതിവിശുദ്ധമായിരിക്കണം. അതെ, ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. യെഹെസ്കേൽ പ്രവചനം 40 മുതൽ 42 വരെയുള്ള അധ്യായങ്ങൾ ഒരു ദേവാലയത്തിൻ്റെയും നഗരത്തിൻ്റെയും ദർശനവും അതിൻ്റെ അളവുകളും അതിലെ ശുശ്രൂഷകളുമാണ്. പ്രവാസത്തിൻ്റെ 25-ാം ആണ്ടിൽ, അതായത് യെരുശലേം നഗരവും ദേവാലയവും നശിപ്പിക്കപ്പെട്ടതിൻ്റെ 14-ാമത്തെ ആണ്ടിൽ എസെക്കേലിനെ ദൈവാത്മാവ് എടുത്ത് ഇസ്രായേലിലെ ഒരു പർവ്വത മുകളിൽ വരുത്തി. താഴെ ദൈവം പണിയാൻ പോകുന്ന പട്ടണത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും ദർശനം കാണിച്ച കാര്യം 40-ന്റെ ആദ്യ വാക്യങ്ങളിൽ കാണാം. നഗരത്തിൻ്റെയും ആലയത്തിൻ്റെയും വിശദാംശങ്ങൾ, അതിൻ്റെ വാതിലുകൾ, അതിൻ്റെ കൊത്തളങ്ങൾ, അതിൻ്റെ മണ്ഡപങ്ങൾ, അതിൻ്റെ തൂണുകൾ എന്നു വേണ്ട അതിൻ്റെ അലങ്കാര പണികൾ, കൊത്തുപണികൾ, ചിത്രപ്പണികൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ദൈവം പറഞ്ഞതായിട്ടാണ് 40, 41, 42 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായി കഴിയുന്നത്. ദൈവം ഇസ്രായേൽ മക്കളെ ചിതറിച്ച രാജ്യങ്ങളിൽ നിന്നും മടക്കി വരുത്തി
വളരെ ക്രമവും ചിട്ടയുമുള്ളതും സുരക്ഷിതവുമായ സ്ഥിതിയിലാക്കും എന്നാണ് ഇതിൻ്റെ ആത്മീക അർത്ഥം. ഒപ്പം ഇത് യഹൂദന്മാരും പ്രജാതികളും ചേർന്നുള്ള സഭയെയും കുറിക്കുകയാണ്. വളരെ ക്രമീകൃതമായ, വളരെ നിയാമകമായ, ദൈവം വളരെ നിഷ്കർഷ നൽകിയിട്ടുള്ള ഒരു പുതിയ വ്യവസ്ഥിതി, സഭാ സംവിധാനം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. എസെക്കിയേൽ പ്രവചനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ ദൈവാത്മാവ് ദേവാലയം വിട്ടുപോകുന്നതിൻ്റെ ചിത്രീകരണം ആണെങ്കിൽ, ദൈവാത്മാവ് മടങ്ങി വരുന്നതിൻ്റെ ചിത്രീകരണമാണ് 43-ാം അധ്യായത്തിൽ, പ്രത്യേകിച്ച് 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ദൈവാത്മാവ് എഹെസ്കേലിനോട് പറഞ്ഞത് താൻ ഇനി എന്നേക്കും ഇസ്രായേലിനോടുകൂടെ വസിക്കും എന്നാണ്. അതുപോലെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ശലോമോൻ പണിത ദേവാലയത്തേക്കാൾ മനോഹരവും വിസ്തൃതവും വിശുദ്ധവും ആയിരുന്നു ദൈവം കാണിച്ച ഈ പുതിയ ദേവാലയം. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ദൈവത്തിൻ്റെ വിശുദ്ധിയും സ്നേഹവും നീതിയും മനസ്സിലാക്കി ദുർമാർഗം വിട്ട് തിരിയണം എന്നായിരുന്നു ദൈവം ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് സഭയാകുന്ന ദേവാലയത്തിൻ്റെ ഒരു ചിത്രമാണ്. ഇന്ന് യഹൂദനും ലോകത്തിലുള്ള മറ്റ് സകല ജാതിക്കാരും ഭാഷക്കാരും വംശക്കാരും ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ അവർ സ്വീകരിക്കുന്നു, ദൈവമായിട്ട് അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു, ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സഭാംഗങ്ങളാക്കുകയാണ്. അല്ലെങ്കിൽ ആ സഭയാകുന്ന ദേവാലയത്തിൽ അവർക്ക് പ്രവേശനം നൽകുകയാണ്. അവിടെ അവർ കർത്താവിനെ സ്നേഹിക്കുകയാണ്, അനുസരിക്കുകയാണ്, ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പാപിയെ രക്ഷിക്കാനാണ് ഭൂമിയിൽ വന്നത്. പാപിയെ രക്ഷിക്കാൻ കുരിശിൽ മരിച്ച് അല്ലെങ്കിൽ യാഗമായി ഉയർത്ത് ജീവിക്കുന്നു. അതേ കർത്താവ് ആളുകളെ തന്നിലേക്ക് ഒരു ഇടയൻ കാണാതെ പോയ ആടിനെ അന്വേഷിക്കുന്നത് പോലെ സമീപിക്കുന്നു. യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകളെ തോളിലേറ്റി ചുമക്കുന്നു. അവരെ രാജകീയ പുരോഹിത വർഗമാക്കി ആരാധനക്കാരാക്കി മാറ്റുന്നു. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ താമസിയാതെ യേശു വീണ്ടും വരുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച യഹൂദന്മാരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച പ്രജാതികളും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധരും ഒക്കെ ഒരേ നിലയിൽ, ഒരേ കളറിൽ, ഒരേ സൗന്ദര്യം, ഒരേ തേജസ്സുള്ളവരായിട്ട് യേശുവിനെ പോലെ ദൈവരാജ്യത്തിൽ വാഴും. അതാണ് കർത്താവ് നമുക്ക് തരുന്ന ഭാവി പ്രത്യാശ. ഈ പ്രത്യാശയിൽ നമുക്ക് ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.